പ്രിയമുള്ള നസ്രാണി സുഹൃത്തുക്കളെ, ഏവർക്കും ഈശോ മിശിഹായിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് വാസിൽ പിതാവിന്റെ രണ്ടാമത്തെ സന്ദർശനത്തിന് ശേഷമുള്ള എക്ലേസിയാസ്റ്റിക്കൽ ലെറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ സഭാ ശരീരം പലപ്പോഴും ബലഹീനമാണ്. സഭയ്ക്ക് പല രീതിയിലുള്ള ബലഹീനതകളുണ്ട്. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ അത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും ക്രിസ്തുവിന്റെ വെളിപാടും അവന്റെ സാന്നിധ്യത്തിന്റെ ദൃശ്യമായ അടയാളവുമാണ് ഈ ഭൂമിയിലെ സഭ എന്ന് പറയുന്നത്. ആ ചുരുക്കം പറഞ്ഞാൽ, ക്രിസ്തുവിന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഈ പരിശുദ്ധ സഭയിലൂടെ, ഹൈറാർക്കിയിലൂടെ, മാർപ്പാപ്പയിലൂടെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ആദ്യമേ തന്നെ വാസിൽ പിതാവ് നമ്മളോട് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, പരിശുദ്ധ പിതാവ് അസന്നിഗ്ധവും തീഷ്ണവുമായ വാക്കുകളിൽ എല്ലാ അൽമായരെയും സമർപ്പിതരെയും എല്ലാറ്റിലും ഉപരിയായി വൈദികരെയും കത്തോലിക്ക സഭയുമായുള്ള ഐക്യം ദൃശ്യമായ അടയാളത്തിലൂടെ പ്രകടിപ്പിക്കാൻ ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഡിസംബർ 7 വൈകിട്ട് വീഡിയോ പ്രഭാഷണത്തിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള സന്യസ്തരെയും വൈദികരെയും അൽമായരെയും മറ്റെല്ലാ ലീഡേഴ്സിനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു, കത്തോലിക്ക സഭയുമായിട്ടുള്ള ഐക്യം ദൃശ്യമായ അടയാളത്തിലൂടെ പ്രകടിപ്പിക്കുക. എന്താണ് ദൃശ്യമായ അടയാളം? നമ്മൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ പോപ്പിന്റെ ഭക്തരാണ്, പരിശുദ്ധ പിതാവിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഹൈറാർക്കിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, പിതാവ് ഞങ്ങൾക്കെന്നും വിലപ്പെട്ടവനാണെന്നുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പിതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിരസിക്കുകയും പരസ്യമായി വന്ന് സഭയെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ അതിരൂപതയിൽ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അപ്പൊ പിതാവ് പറയാണ്, നിങ്ങൾ വാക്കുകളാലല്ല, നിങ്ങൾ പരിശുദ്ധ പിതാവിനെയും പരിശുദ്ധ സഭയെയും സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്, ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ട്, സിനഡിന്റെ തീരുമാനം അനുസരിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പരിശുദ്ധ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള എല്ലാ കത്തോലിക്കരോടും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ആഹ്വാനം ഒരു ഫൈനൽ സ്റ്റേജിലുള്ള ആഹ്വാനമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പിതാവ് പറയുന്നു, വളരെ സംഭ്രമജനകമായ ഒരു കാര്യമാകുന്നു. സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തെ തച്ചുടയ്ക്കരുത്. അങ്ങനെയായാൽ തന്റെ ന്യായവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. 1 കൊറിന്തോസ് 11 29 വാക്യമാണ് അവിടെ പിതാവ് വെളിപ്പെടുത്തുന്നത്. സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തെ തച്ചുടയ്ക്കരുത്. ഈ സഭയാകുന്ന ശരീരം എന്ന് പറയുന്നത് സീറോ മലബാർ സഭ എന്ന സുറിയാനി സഭയിൽ വിഭിന്നത ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. സിനഡ് എടുത്ത തീരുമാനത്തോട് ചേർന്ന് ആ സഭയുടെ ഐക്യത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആ സഭയുടെ വിജയത്തിനായി ക്രിസ്തുവിന്റെ സുവിശേഷം കൊടുക്കുക എന്നുള്ള, സുവിശേഷ മൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളത്, ലോകത്തിന് സ്നേഹവും ഐക്യവും പ്രദാനം ചെയ്യുക എന്നുള്ള മൂല്യം അഭംഗുരം തുടരണം എന്നാണ് പിതാവ് ഇതിലൂടെ പറയുന്നത്. ഇനി സഭയെ തച്ചുടയ്ക്കുന്നത് ആരാണ്? ആദ്യമായി ക്രിസ്തുവിന്റെ ശരീരത്തെ തച്ചുടയ്ക്കാൻ ശ്രമിച്ചത് യൂദാസാണ്. അവൻ എന്തിനു വേണ്ടിയാണ് അത് ശ്രമിച്ചത്? 30 വെള്ളിക്കാശിന് വേണ്ടി. അവന്റെ വ്യക്തിപരമായ ആസക്തി റിസോഴ്സിനോടായിരുന്നു, അതായത് വെള്ളിക്കാശിനോടായിരുന്നു, ധനത്തോടായിരുന്നു, മാമോനോടായിരുന്നു. അപ്പൊ അവൻ 2 വള്ളത്തിലും കൂടെ കാലുവെച്ചാണ് യേശുവിന്റെ മറ്റു ശിഷ്യന്മാരോടൊപ്പം അവനും സഞ്ചരിച്ചത്. സമയമായപ്പോൾ അവൻ എന്താണ് ചെയ്തത്?
അവൻ 30 വെള്ളിക്കാശിനു വേണ്ടി ഗുരുവും കർത്താവുമായ ദൈവപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. അതായത് അവന്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ ക്രിസ്തു സ്നേഹത്തെക്കാൾ ഉപരിയായി അവൻ മനസ്സിൽ താലോലിച്ചിരുന്നു. ഇന്ന് നമ്മുടെ അതിരൂപതയിൽ എനിക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങൾ ഈ അതിരൂപതയുടെ സ്വത്തും ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന്റെ കസേരയിൽ കയറിയിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അഹംഭാവവും താന്തോന്നിത്വവും ഞങ്ങൾക്കിനി എന്തു വേണമെന്നുള്ള ഒരു അഹങ്കാര ചിന്തയാണോ നിങ്ങളെ ഈ സഭയിൽ നിന്നും മുറിഞ്ഞു പോകാനായിട്ട്, ഈ ക്രിസ്തുവിന്റെ സഭയെ തള്ളിപ്പറയുവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? എങ്കിൽ സൂക്ഷിച്ചുകൊള്ളുക. യൂദാസിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം ആ പൈശാചിക അരൂപി അവനെ നയിച്ചത് കഴുകുമരത്തിലേക്കാണ്. വളരെ ദയനീയമായ അന്ത്യം. ഇന്ന് ക്രിസ്തുവിനേക്കാൾ ഉപരി ക്രിസ്തുവിന്റെ സഭയെ പടുത്തുയർത്തുക എന്ന ശക്തവും വ്യക്തവുമായ കത്തോലിക്ക ആഹ്വാനത്തെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകളും നിങ്ങളുടെ കോളേജുകളും നിങ്ങളുടെ ഹോസ്പിറ്റലുകളും അതൊക്കെ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കുമെന്ന മിഥ്യാധാരണ ഏതെങ്കിലും പുരോഹിതന്റെയോ ഏതെങ്കിലും അൽമായന്റെയോ ഏതെങ്കിലും ഇടവകയുടെയോ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുകൊള്ളുക. യൂദാസിന് സംഭവിച്ചത് നിങ്ങൾക്ക് തന്നെ സംഭവിക്കാൻ വളരെ വളരെ ചാൻസ് ഉണ്ട്. കാരണം സത്യദൈവത്തെ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ജഡികതയിൽ ആർമാദിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അപകടം പതിയിരിക്കുന്ന പൈശാചിക കെണിയാണെന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിലേക്ക് തിരിച്ചു വരിക. പത്രോസ്ലീഹ 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും കർത്താവ് തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ അവൻ ദൂരെ പോയി കരഞ്ഞു. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതിൽ അവൻ വേവലാതിപ്പെട്ട് കരഞ്ഞു, പശ്ചാത്തപിച്ചു. ഈ അവസരം പശ്ചാത്താപത്തിനും തിരിച്ചുവരവിനുള്ള സമയമാണ്. പ്രിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള വൈദികരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കോ. നിങ്ങൾ വളരെ ഡോക്ടറേറ്റ് ഉള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞോ, ലിറ്റർജിയിലെ അങ്ങേയറ്റം വരെ പഠിച്ച ആള് ഉണ്ട്, അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ, വലിയ അച്ഛന്മാരുടെ വലിയ കൂട്ടം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ആശ്വസിക്കാൻ യാതൊരു വകയുമില്ല. ദൈവത്തോട് നിങ്ങൾ കളിക്കരുത്. ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ നിങ്ങൾ അകപ്പെട്ടി പോകുക ചെയ്യരുത്. അവന്റെ മുമ്പിൽ മാപ്പപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമയുടെ ആഘോഷമായി ഈ ക്രിസ്തുമസിനെ നിങ്ങൾ മാറ്റുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ അപകടം നിറഞ്ഞ ഒരു മേഖലയിലേക്ക്, ഒരു ഫേസിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ തള്ളിയിടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. വാസിൽ പിതാവ് വീണ്ടും പറയുകയാണ്, മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡിന്റെയും ഒപ്പം സഞ്ചരിക്കുക. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം ഒപ്പം സഞ്ചരിക്കുക. പല പല മീഡിയയിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഒപ്പം സഞ്ചരിക്കുക? പ്രിയ ജനമേ, പ്രിയ വൈദികരെ, ഈ ഒപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്നത് അറിവില്ലാത്തവരുടെ കൂടെയും വെളിയില്ലാത്തവരുടെ കൂടെയും സഭയെ ദ്രോഹിക്കുന്നവരുടെ കൂടെയും അല്ല ഒപ്പം സഞ്ചരിക്കേണ്ടത്. മറിച്ച് നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമായി മെത്രാന്മാരുടെ സംഘത്തിലേക്കും വിശുദ്ധരായ വൈദികരുടെ സംഘത്തിലേക്കുമുള്ള ഒപ്പം ചേരലാണ് നിങ്ങളുടെ വിളി. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒപ്പം ചേരൽ സഭാവിരുദ്ധരായ ചാനലുകൾക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് സഭാവിരുദ്ധത പ്രകടിപ്പിക്കുകയും സഭയെ തച്ചുടയ്ക്കാനായിട്ടുള്ള എല്ലാവിധ ഗീവൽസ്യം തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്ന അതിവികൃത മനോഭാവമുള്ള, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരെ പുറകിൽ നിന്നും പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒപ്പം ചേരുന്നത് പിശാചിനോട് കൂടെയാണ്. തീർച്ചയായും ശിക്ഷാവിധിക്ക് അർഹമായ കുറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓർക്കുക, ജീവനുള്ള ദൈവത്തിന്റെ സഭയെ ഒറ്റുകൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഈ ശിഷ്ടകാലത്ത് ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പിശാച് നിങ്ങളെ ചതിക്കുകയുള്ളൂ. കാരണം പിശാച് വന്നിരിക്കുന്നത് ചതിക്കുവാനും വഞ്ചിക്കുവാനും കൊല്ലുവാനും അനേകരെ വഴിതെറ്റിക്കുവാനാണ്. എന്നാൽ നല്ല ഇടയനായ ഈശോയുടെ ഈ ഭൂമിയിലുള്ള സുവിശേഷത്തിന്റെ കാരണമായി മാറി നിൽക്കുന്ന ക്രിസ്തുവിന്റെ സഭയും പരിശുദ്ധ പിതാവും അതിലെ അധികാരികളും
നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം സിനഡ് മെത്രാന്മാരുടെ കൂട്ടായ്മ ജീവൻ പടുത്തുയർത്തുവാനും ക്രിസ്തുവിനെ ഈ ലോകത്ത് പ്രകാശിപ്പിക്കുവാനുമാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ പ്രകാശത്തെക്കാൾ ഉപരി അന്ധകാരത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ പിതാവിന് പറയുവാൻ വേറെ വാക്കുകൾ അധികമില്ല. വസിൽ പിതാവ് വീണ്ടും പറയുകയാണ്, മാർപ്പാപ്പായുടെ ഹൃദയം എന്താണ് എന്ന് അദ്ദേഹം വളരെ പഠനങ്ങൾക്ക് ശേഷം, ഒത്തിരി വിചിന്തനങ്ങൾക്ക് ശേഷം, ഒത്തിരി കൺസൾട്ടേഷന് ശേഷം ഡിസംബർ 7-ാം തീയതിയുള്ള പ്രസ്തുത വീഡിയോയിലൂടെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം. അതാണ് പരിശുദ്ധ സഭയുടെ മനസ്സ്. പത്രോസ്, പൗലോസ്, ലീഹന്മാരുടെ മനസ്സതാണ്. എല്ലാ വിശുദ്ധരുടെയും മനസ്സ് അതുതന്നെയാണ്. അതിന് വിപരീതമായി നമ്മൾ ചിന്തിക്കാതെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അനുസരണം എന്ന വലിയ പുണ്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ലോകത്തിന് മൊത്തം മാതൃകയായി നമ്മൾ പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ഈ ലെറ്ററിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു, പ്രാദേശിക ആചാരത്തോടുള്ള അടുപ്പം ത്യജിക്കുവാൻ നമ്മെ ശക്തരാക്കേണ്ടതാണ്. എന്ത്? ക്രിസ്തുവിനോടുള്ള സ്നേഹം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി മറ്റെല്ലാ നേട്ടങ്ങളും ഞാൻ ഉച്ഛിഷ്ടം പോലെ ദൂരെ എറിയുന്നു. ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ മാനുഷികമായിട്ടുള്ള, പേഴ്സണലായിട്ടുള്ള, പ്രാദേശികമായിട്ടുള്ള, പരോഖ്യലായിട്ടുള്ള എല്ലാ കെട്ടുപാടുകളും പൊട്ടിച്ചെറിഞ്ഞ് എന്റെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവൻ വാഗ്ദാനം ചെയ്തവരാണ് നിങ്ങൾ. സ്വയം സമർപ്പിച്ചവരാണ് നിങ്ങൾ. സമർപ്പിച്ചതിന് ശേഷം തിരികെ എടുത്തുകൊണ്ട് പോകുന്നത് ആ ബലി അപൂർണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ദൈവത്തിന് സ്വീകാര്യമാകില്ല എന്ന് മനസ്സിലാക്കുക. ദൈവത്തിന്റെ ക്രോധം ആളിക്കത്തുവാൻ ഇടയാക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നമ്മുടെ പ്രാദേശിക സ്നേഹം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എറണാകുളത്തമ്മ, ഇത് അമ്മ എന്താണ്? കത്തോലിക്ക സഭയിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു അമ്മയുണ്ടോ? കത്തോലിക്ക സഭയുടെ അമ്മ എന്ന് പറയുന്നത് പരിശുദ്ധ രാജ്ഞി മാതാവ്, നമ്മുടെ എല്ലാവരുടെയും അമ്മയാണത്. ആ അമ്മ കൂടാതെ വേറൊരു അമ്മ കത്തോലിക്ക സഭയിലില്ല. എറണാകുളത്തമ്മ എന്ന പ്രാദേശിക ദേവത അല്ലെ പ്രാദേശിക ദേവൻ എന്ന് പറയുന്നത് അത് സ്വാർത്ഥതയുടെ അടയാളമാണ്. അത് പൊസസീവ് സ്പിരിറ്റാണ്. ഐക്യത്തിന് വിഘടമായി നിൽക്കുന്ന, ഐക്യത്തിന് വിഘടമായി ചിന്തിക്കുവാൻ ഏതാനും വൈദികരുടെ മനസ്സിൽ കയറിയിരിക്കുന്ന ഒരു പൈശാചിക അരൂപിയാണ് ഈ എറണാകുളത്തമ്മ. അതിനെ ഉപേക്ഷിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയോട് വന്ന് യേശുവിന്റെ സഭയ്ക്ക് വേണ്ടി നിൽക്കും എന്ന് പറയുവാനുള്ള തന്റെ ഇടം പ്രിയപ്പെട്ട വൈദികരെ, വൈദിക വിദ്യാർത്ഥികളെ, വൈദികരെ പഠിപ്പിക്കുന്ന വലിയ അറിവുള്ള ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ, അവരെ ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥമൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് എറണാകുളത്തമ്മയുടെ ആശീർവാദമല്ല വേണ്ടത്, പരിശുദ്ധ ക്രിസ്തുവിന്റെ ആശീർവാദമാണ് വേണ്ടത്. പരിശുദ്ധ സഭയുടെ സാമീപ്യമാണ് നമുക്ക് വേണ്ടത്. അവരുടെ ആശീർവാദമാണ് വേണ്ടത്. അവരാണ് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യാൻ പോകുന്നത്. നിങ്ങളാരും ഒരു പ്രാദേശിക ദേവതയുടെ പുരോഹിതയോ സന്യസ്തരോ അല്ല. ഒരു ബാലദൈവത്തിന്റെയും സന്യസ്തരല്ല. നിങ്ങൾ തിരുപ്പട്ടം സ്നേഹിച്ചത് കത്തോലിക്ക സഭ സ്വീകരിച്ചത് കത്തോലിക്ക സഭയിൽ നിന്നാണ്. മറന്നുപോയോ? എങ്കിലൊന്നും ഓർന്നു നോക്കുക. പഴയ ആൽബങ്ങളൊക്കെ എടുത്തു നോക്കുക. മെത്രാന്മാരുടെ കൂട്ടായ്മയിൽ മെത്രാന്മാരുടെ കൈവപ്പിലൂടെയാണ് നിങ്ങൾ തിരുപ്പട്ടം സ്വീകരിച്ചത്. ഈ മെത്രാന്മാർക്ക് ഇത് കിട്ടിയത് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നാണ്. അവർ ഏർപ്പെടുത്തിയ ഹയരാർക്കിയാണ്. അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലോകത്തിലുള്ള ജീവിതവും പരലോകത്തിലുള്ള ജീവിതവും നിങ്ങൾ നശിപ്പിക്കുവാൻ പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയ പ്രിയപ്പെട്ട വൈദിക, എന്ത് നേട്ടമാണ് നിങ്ങൾ നേടാൻ പോകുന്നത് ഈ ഭൂമിയിൽ? എല്ലാം പരിത്യജിച്ച് നിങ്ങൾ കടന്നു വന്നവരല്ലേ? സ്വജീവൻ കർത്താവിന് വേണ്ടി നിങ്ങൾ ഹോമിക്കുവാൻ തയ്യാറായി വന്നവരല്ലേ? എന്നിട്ടെന്തേ ഇമ്മാതിരിയുള്ള വില കുറഞ്ഞ പ്രവർത്തികൾ ചെയ്യുന്നത്? ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന ചില ചൈൽഡിഷ് നേച്ചേഴ്സ് ആണ് കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പൊസസീവ് സ്പിരിറ്റുകൾ, ആർക്കും കീഴടങ്ങത്തില്ല എന്നുള്ള അഹങ്കാരത്തിന്റെ തന്റെ ഇടത്തിന്റെ ചിന്തകളെ ഒന്ന് മാറ്റിവെക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രകാശിക്കും. നിങ്ങളുടെ കർത്താവ് വീണ്ടും വീണ്ടും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും. പരിശുദ്ധ സഭ മൊത്തം കാത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. ഈ ക്രിസ്മസിനുമുള്ള മുമ്പുള്ള ദിവസങ്ങളിൽ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് വിചിന്തനം ചെയ്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ
സിനഡും പരിശുദ്ധ പിതാവും നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ഇടവരുത്തട്ടെ എന്ന് മടക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഭയെ മുറിപ്പെടുത്തുവാനും ഈ സഭയിൽ നിന്നും വിഭിന്നമായി ഒരു സെക്റ്റായി രൂപീകരിച്ചുകൊണ്ട് അനേകരുടെ ആത്മീയ നാശത്തിന് വഴിതിരിക്കുന്ന യാതൊരുവിധ പൈശാചിക തന്ത്രത്തിനും നിങ്ങൾ അടിമപ്പെടരുതേ എന്ന്